ഞാനിങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ എല്ലാം വീഡിയോ ഇടുന്ന കണ്ടിട്ട് ചില ആൾക്കാർ ചോദിക്കുന്നു നിനക്ക് വേറെ പണിയില്ലേ. അപ്പോൾ ശരിക്കും എന്താണ് എൻ്റെ പണി എന്ന് പറയാനുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, CCTV അങ്ങനത്തെ എൻ്റെയൊക്കെ പ്രിൻ്ററിൻ്റെയൊക്കെ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു PC ആണ്. അപ്പോൾ ഇന്ന് PC ഒരു 10,000 രൂപയ്ക്ക് അകത്ത് വെച്ചിട്ട്, നമുക്ക് 10,000 രൂപയാണ് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ്. അതിനകത്ത് വെച്ചിട്ട് ഈ PC ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ മദർ ബോർഡൊക്കെ എല്ലാം വർക്ക് ചെയ്യുകയാണ്. ഇതിൽ കുറച്ച് RAM, SSD, അതുപോലെ തന്നെ ക്യാബിനറ്റ് ഫ്രണ്ട് USB പോർട്ടൊക്കെ എല്ലാം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ജോലി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ ഇതിനെ പൊളിച്ചടുക്കി വേറെ ക്യാബിനറ്റുകൾ എല്ലാം റാമും എല്ലാം മാറ്റിയെടുക്കാം. ഇതാണ് ഇപ്പോഴും ഇതിനകത്തുള്ള അവസ്ഥ. ഇപ്പോൾ നമ്മുടെ മദർ ബോർഡ് എല്ലാം ഓക്കെയാണ്. ആദ്യം നമുക്ക് ഇതിനകത്തുനിന്ന് മദർ ബോർഡിനെ ഇളക്കിയെടുക്കാം. ഇത് ജിഗാബൈറ്റിൻ്റെ 4th ജനറേഷൻ മദർ ബോർഡാണ്. H81 ആണ് മദർ ബോർഡ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 RAM ഉണ്ട്. 2x2 ആണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 81 ബോർഡാണ്. 4th ജനറേഷൻ ആണ് ഈ ബോർഡ്. അപ്പോൾ ഇതിലുള്ളത് i3 ആണ്. അപ്പോൾ നമ്മൾ i3ക്ക് പകരം നമ്മൾ i5, അതായത് ഇത് യൂസ്ഡ് പ്രോസസ്സറാണ്, പക്ഷേ ടെസ്റ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സറാണ്. 1 year വാറണ്ടിയുള്ള പ്രോസസ്സർ വയ്ക്കുന്നുണ്ട്. ഇതിലുള്ളത് 4GB RAM ആണ്. അതിന് പകരം ADATയുടെ ഒരു 8GB ADATA RAM വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 128GB EVMൻ്റെ SSD ഇത് വയ്ക്കുന്നുണ്ട്. അത് ഇരുന്നത് നോർമൽ 250GB ഹാർഡ് ഡിസ്ക് ആയിരുന്നത്, പഴയ മോഡൽ ഹാർഡ് ഡിസ്ക് ആയിരുന്നത്. ആദ്യം ഈ RAM നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട്. പിന്നെ പ്രോസസ്സർ ഫാൻ, ഈ പ്രോസസ്സർ ഫാൻ ഇളക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതിലിരിക്കുന്നത് i3 ആണ്. പ്രോസസ്സർ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് എടുത്ത് മാറ്റണം. ഇത് i5ൻ്റെ 4th ജനറേഷൻ്റെ പ്രോസസ്സറാണ്. അതാണ് ഇതിടാൻ പോകുന്നത്. ഇതോട്ട് ഹീറ്റ് സിങ്ക് പേസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളിനി ഇതിൽ ഫാന് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫാനിൻ്റെ ലെഗുകളെല്ലാം കറക്റ്റായിട്ട് സെറ്റായിക്കണമെന്ന് നോക്കും. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ADATയുടെ 8GB RAM ആണ്. ഞാനിപ്പോൾ തൽക്കാലം പുറത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് SSDയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്ത് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മളിപ്പോൾ അകത്തെടുത്ത് പുതിയ ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇപ്പം റിബൂട്ട് പ്രോപ്പർ ബൂട്ട് ഡിവൈസ് എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുതിയ SSD ആയതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി Windows 11 ഇൻസ്റ്റാൾ ചെയ്യും. അതായത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വർക്കില്ലാത്ത സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വർക്ക് മനസ്സിലായി കാണും. ആ സമയത്ത് നമ്മൾ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ പുതിയ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അൺഅലോക്കേറ്റഡ് സ്പേസ് കാണിക്കുന്നത്. അപ്പോൾ അതിന് കൊടുത്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്ക് ഫുള്ളായിട്ട് അത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫയൽ കോപ്പി ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. ഫിനിഷ് ചെയ്തിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റ് കൊണ്ട് മാക്സിമം ഇത് വിൻഡോസ് ഇൻസ്റ്റാൾ ആയിട്ട് തീരും. പിന്നെ നമ്മൾ ഈ ഫിംഗേഴ്സിൻ്റെ സെൻറ്റർ സ്റ്റേജ് എന്നുള്ള ക്യാബിനിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പഴയ പീസുകളെല്ലാം ഇതുപോലെ തിരിച്ച് ഇതിൽ വയ്ക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത മദർ ബോർഡിനെ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. പിന്നെ പുതിയ ക്യാബിനറ്റ്, അതായത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. 4th ജനറേഷൻ i3 മാറ്റിയിട്ട് i5 ആക്കി. 4GB മാറ്റിയിട്ട് 4GB അല്ല 4+2 ഉണ്ടായിരുന്നു. അപ്പോൾ 6GB ഉണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ട് ഒരു പുതിയ 8GBയും ഇതിൽ കിടന്ന 4GB ഇട്ട് 12GB ആക്കിയിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ ഒരു 128GB SSD ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക്. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ